ഡോക്ടർ, തൈറോയിഡിന്റെ ആണെന്ന് തോന്നുന്നു. ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടുന്നുണ്ട്. അരിയാഹാരം കംപ്ലീറ്റ് ഞാൻ സ്റ്റോപ്പ് ചെയ്തു, എന്നിട്ട് ഒരു മാറ്റവും ഇല്ല. എന്താ കഴിക്കാറ്? ഒലക്ക പുഴുങ്ങിയതും കാടിവെള്ളവും അതാ രാവിലെ കൊടുക്കാറ്. ആൾക്കാർക്ക് പ്രധാനമായിട്ട് വെയിറ്റ് കൂടുമ്പോൾ ഏറ്റവും എളുപ്പമായിട്ട് കുറ്റം പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് തൈറോയിഡിന്. സാധാരണ ഈ ഹൈപ്പോതൈറോയിഡ് അഥവാ തൈറോയിഡിന്റെ ഫംഗ്ഷനിങ് കുറയുമ്പോഴത്തേക്കും കുറച്ച് വെയിറ്റ് കൂടാൻ സാധ്യതയുണ്ട്. മേ ബി ഒരു 2-5 കിലോ വരെയൊക്കെ കൂടാം. പക്ഷെ അതിൽ കൂടുതൽ വെയിറ്റ് ഗെയിൻ ഈ ഹൈപ്പോതൈറോയിഡിസത്തിൽ സാധാരണ വരാറില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ചെയ്യുന്നത്, വെയിറ്റ് കൂടുന്ന കാണുമ്പോൾ തന്നെ അപ്പം തന്നെ അരിയാഹാരം എല്ലാം കംപ്ലീറ്റ് ഒഴിവാക്കും. നമ്മൾ ഈ മലയാളികൾക്ക് അരിയാഹാരം അല്ലാണ്ട് പ്രധാനമായിട്ട് വേറെ എന്താ കഴിക്കാൻ പറ്റുക? അപ്പോൾ വെയിറ്റ് കൺട്രോൾ വേണമെന്നുണ്ടെങ്കിൽ 2 പ്രധാന ഘടകങ്ങളാണുള്ളത്. ഒന്ന് നമ്മുടെ ഇൻപുട്ട്, 2 നമ്മുടെ ഔട്ട്പുട്ട്. ഇൻപുട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡയറ്റ് കറക്റ്റായിട്ട് റെഗുലേറ്റ് ചെയ്തിട്ട് കറക്റ്റ് സ്പേസ് ചെയ്ത് കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് ഡയറ്റ് മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഔട്ട്പുട്ട്. അതായത് എന്തെങ്കിലും രീതിയിലുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള എക്സസൈസ്, മേ ബി വാക്കിംഗ്, എയറോബിക്സോ, ജിമ്മോ, വെയിറ്റ് ബെയറിംഗ് എന്ത് വേണമെങ്കിലും ചെയ്ത് അത് കറക്റ്റ് രീതിയിൽ ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് വെയിറ്റ് കൺട്രോൾ അല്ലെങ്കിൽ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഭാവിയിൽ തന്നെ ഈ വെയിറ്റ് കൂടുമ്പോഴത്തേക്കും അനാവശ്യമായിട്ട് തൈറോയിഡിനെയോ അരിഭക്ഷണത്തിനെയോ എല്ലാം കുറ്റം പറയാണ്ട് കൃത്യമായിട്ടുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡുലേഷനിലൂടെ വേണം വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്.